ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. കാണ്ഡം. 7 കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ ഓരോ കാണ്ഡത്തിൻ്റെയും പേരുകൊണ്ട് തന്നെ അതാത് കാണ്ഡത്തിൽ വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നിന്നവയാണെന്ന് വ്യക്തമാവുന്നുണ്ട്. ബാലകാണ്ഡം കൊണ്ട് ശ്രീരാമൻ്റെ ബാല്യത്തിൽ നടന്ന കഥകളെയും, അയോധ്യാകാണ്ഡം കൊണ്ട് അയോധ്യയിൽ വച്ച് നടന്ന ചരിത്രങ്ങളെയും, ആരണ്യകാണ്ഡം കൊണ്ട് കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെയും, കിഷ്കിന്ധാകാണ്ഡം കൊണ്ട് കിഷ്കിന്ധയിലെ വർത്തമാനങ്ങളെയുമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ യുദ്ധകാണ്ഡം കൊണ്ട് യുദ്ധസന്നാഹങ്ങളെയും, ഉത്തരകാണ്ഡം കൊണ്ട് പട്ടാഭിഷേകത്തിനുള്ള കാര്യങ്ങളെയുമാണ് പറയുന്നതെന്നും വ്യക്തമാവുന്നുണ്ട്. എന്നാൽ സുന്ദരകാണ്ഡമെന്ന പേര് കേൾക്കുമ്പോൾ എന്ത് കാര്യമാണതിൽ വിവരിക്കാൻ പോകുന്നതെന്ന് അനുവാചകന് ഊഹിക്കാൻ സാധ്യമല്ല. ഹനുമാന്റെ സമുദ്രലംഘനവും ലങ്കാപ്രവേശവും സീതാദർശനവും മറ്റുമാണ് പ്രസ്തുത കാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ആ വക കാര്യങ്ങളെ അടക്കി സുന്ദര ശബ്ദം കൊണ്ട് ഉത്ബോധിപ്പിച്ചതെന്താണെന്ന് അനുവാചകന് സംശയം തോന്നാം. കഥാഗോളങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇതിലും എത്രയോ സുന്ദരമായ പേര് വേറെ തന്നെ കൽപ്പിക്കാനില്ലേ എന്നും തോന്നാം. സമുദ്രലംഘന കാണ്ഡമെന്നോ സീതാദർശന കാണ്ഡമെന്നോ സന്ദേശകാണ്ഡമെന്നോ ഒക്കെ പേരിടാം. അവയെല്ലാം കഥാഗോളങ്ങളോട് ബന്ധപ്പെട്ടവയാണ് താനും. എന്നാൽ അതൊന്നും കൂടാതെ കഥാസ്വരൂപത്തിൻ്റെ സ്പർശം പോലുമില്ലാത്ത സുന്ദര ശബ്ദത്തിൻ്റെ പ്രകടനം എന്ത് ഉദ്ദേശത്തിലായിരിക്കും? 7 കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ 7ലും വെച്ച് അത്യന്ത സുന്ദരമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയമെന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാണ്ഡമെന്ന് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാണ്ഡങ്ങളിലെ കഥാഗോളങ്ങളിൽ ഒതുങ്ങിയ തത്വഘടനയുടെ ശ്രവണത്തിൽ നിന്ന് ജിജ്ഞാസുവായ ജീവൻ ബ്രഹ്മവിദ്യാ ദർശനത്തിനു വേണ്ടി അലയുന്ന അവസ്ഥാവിശേഷത്തെ ഉത്ബോധിപ്പിച്ചുവല്ലോ. ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടലാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ വിഷയം. സംസാരത്തിൽ ഒരു ജീവന് ഇതിൽ പരം സുന്ദരമായ ഒരവസ്ഥാവിശേഷത്തെ അനുഭവിക്കാനില്ല. എത്ര പ്രതിബന്ധങ്ങളാണ് ബ്രഹ്മവിദ്യയെ അറിയാനെന്ന് പറഞ്ഞാൽ അവസാനമില്ല. അത്രയും പ്രതിബന്ധങ്ങളുണ്ടെന്ന കാരണത്താൽ പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എത്രയോ ദുർലഭം സാധകർക്ക് മാത്രമേ അറിയാൻ സാധിക്കാറുള്ളൂ. ആ തത്വങ്ങളെയൊക്കെ ഇവിടെ ഭംഗ്യന്തരേണ പ്രകാശിപ്പിച്ചിട്ടുമുണ്ട്. സീതാദേവി ലങ്കയിലായിരിക്കുമെന്നും ലങ്ക തെക്കാണെന്നും അറിഞ്ഞിട്ടും എത്രയോ ആളുകളാണ് വടക്കും കിഴക്കും പടിഞ്ഞാറും പോവാനുണ്ടായത്. എന്താണ് ഇതിനർത്ഥം? ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ജന്മസാഫല്യത്തിനുമുള്ളതാണെന്നും അതിന് വിഷയനിവൃത്തനും ബ്രഹ്മനിഷ്ഠനുമായി കഴിയുകയാണ് വേണ്ടതെന്നും അറിഞ്ഞിട്ടും എത്ര ജനങ്ങളാണ് കേവലം വിഷയാലുക്കളായി തന്നെ കഴിയുന്നത്? അതിനെയാണ് ദക്ഷിണേതര ദിക്കുകളിലേക്ക് പോയ വാനരന്മാരെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. തെക്കോട്ട് പോയവർ തന്നെ വളരെ കുറവാണ്. അതിലും ഒരാൾ മാത്രമാണ് സീതയെ കാണുന്നത്. എത്രയോ അസംഖ്യം ആളുകളിൽ ദുർലഭം ചിലർ മാത്രമാണ് ആധ്യാത്മ സാധനയിൽ മുഴുകി ജന്മസാഫല്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ തന്നെ ദുർലഭം ചിലർ മാത്രമാണ് പരമാർത്ഥമായ മാർഗത്തെ അറിഞ്ഞ് ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നതും. അതിനാൽ ജീവന് ഈശ്വര പ്രാപ്തിക്കാവശ്യമായ ബ്രഹ്മവിദ്യാബോധം ഒരാൾക്കെങ്കിലും ഉണ്ടായി തീരുകയെന്നതെത്ര ദുർലഭമാണെന്ന് പറയാൻ വയ്യ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതൊരാൾക്കെങ്കിലും ബ്രഹ്മവിദ്യയെ വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽ പരം അത്ഭുതകരമായ മറ്റൊന്നും ലോകത്തിലുണ്ടാവാനില്ല. അതിൽ പരം സുന്ദരമായ അനുഭവവും മറ്റൊന്നില്ല. പ്രസ്തുത അത്ഭുതകരമായ അവസ്ഥാവിശേഷത്തെയാണ് ഈ കാണ്ഡത്തിൽ ഉപന്യസിക്കുന്നതെന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാണ്ഡമെന്ന് പേരിട്ടിരിക്കുന്നത്. ജീവൻ സംസാര സമുദ്രത്തെ അതിക്രമിച്ച് അധ്യാത്മ സാധനയിൽ മുഴുകി ബ്രഹ്മവിദ്യയെ അറിഞ്ഞ് ചരിതാർത്ഥനാവുന്ന വിധത്തെയാണ് ഇതിൽ താത്വികമായി ഉപന്യസിച്ചിരിക്കുന്നതും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ജാംബവാന്റെ മുഖത്തു നിന്ന് കേട്ട വാക്കുകളെ കൊണ്ട് ഉറങ്ങിക്കിടന്ന പൗരുഷവും ഉത്സാഹവും ഉണർന്ന് വികസിച്ച് ആവേശഭരിതനായ ആഞ്ജനേയൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞുവല്ലോ. പർവ്വതത്തിലേക്ക് കയറുന്ന ഓരോ കാൽവെപ്പിലും ഹനുമാൻ വിചാരിക്കുകയാണ്, ഹാ, ഞാൻ ധന്യധന്യൻ തന്നെ. എൻ്റെ ജന്മം സഫലമായി. ഇന്നെങ്കിലും എനിക്ക് സീതാദർശനം സാധിക്കുമല്ലോ. ഇത്രകാലവും ഞാൻ ഈ കാര്യം അറിയാതെ ആയുസ് കളഞ്ഞുവല്ലോ. പോട്ടെ, ഇന്നെങ്കിലും എൻ്റെ
ജന്മം സഫലമായല്ലോ. തനിക്ക് സമുദ്രത്തെ ചാടാൻ സാധിക്കുമോ, വല്ല ആപത്തും സംഭവിക്കുമോ എന്നും മറ്റുമുള്ള വിചാരമല്ല ഹനുമാന് ഉണ്ടായത്. ഇത്ര ദിവസവും തനിക്കിത് സാധിച്ചില്ലല്ലോ എന്ന പശ്ചാത്താപമാണ് ഉണ്ടായത്. ഹൃദയത്തിൽ രാമസ്വരൂപവും നാവിൽ രാമനാമവും കയ്യിൽ രാമാങ്കുലീയവുമുള്ള തനിക്കിതല്ല, ഇതിലും വലിയ സമുദ്രത്തെയും ചാടാമെന്ന ദൃഢബോധം വാദാത്മജൻ്റെ ഹൃദയത്തിൽ ദൃഢമായി ഉറച്ചു. അതിനാൽ സമുദ്രത്തെ ഉല്ലംഘിക്കുന്നതിനെ പറ്റിയോ ലങ്കയിൽ എത്തുന്നതിനെ പറ്റിയോ സീതാദേവിയെ ദർശിക്കുന്നതിനെ പറ്റിയോ സംശയമേ ഉണ്ടായിട്ടില്ല. പരമപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ സർവശക്തികളും തന്നിലുണ്ടെന്ന് ബോധ്യം വന്നു ഹനുമാന്. തീവ്ര മുമുക്ഷുവായ ഒരു സാധകൻ്റെ ഭാവത്തെയാണ് ഹനുമാനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരമാർത്ഥമായ മുമുക്ഷുതയുണ്ടാവുകയും അത് തീവ്രമാകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലമാണ് ഒരാൾക്ക് വൈരാഗ്യം കൊണ്ട് സംസാരത്തെ ജയിക്കാൻ കഴിയാതിരിക്കുന്നത്. സംസാരത്തെയാണിവിടെ ഭയാനകമായ സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ മറുകരയിലേക്ക് ചാടിക്കടക്കുകയെന്നത് വിഷമമേറിയ കാര്യം തന്നെ. എന്നാൽ മറുകരയിലെത്താതെ സീതാദേവിയെ കാണാനും പോകുന്നില്ല. സംസാരധർമ്മങ്ങളെ നിശേഷം ജയിക്കാതെ ബ്രഹ്മവിദ്യയെ അറിയുകയെന്നത് വിഷമം തന്നെ. അധികമാർക്കും സാധിക്കാറില്ല. അതാണ് ഹനുമാനൊഴിച്ച് മറ്റാർക്കും സാധിക്കാതെ വന്നത്. തീവ്ര മുമുക്ഷുവിന് മാത്രമേ സംസാര സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് എത്താൻ സാധിക്കൂ. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെയുള്ള തീവ്ര മുമുക്ഷുതയുണ്ടാവാറുള്ളൂ. അതാണ് സാധാരണ ജനങ്ങൾക്ക് സാധിക്കാത്തതും. സംസാരത്തിൽ പല കർത്തവ്യങ്ങളുമുണ്ട് തനിക്കെന്ന് ധരിക്കുന്നു ഓരോരുത്തരും. എന്നാൽ മുമുക്ഷുതയുണ്ടാവുമ്പോൾ ജന്മസാഫല്യമായ കൈവല്യപ്രാപ്തി മാത്രമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നും ബോധ്യമാവുന്നു. പ്രസ്തുത ബോധം ദൃഢപ്പെടുന്നതോടുകൂടി മറ്റ് കർത്തവ്യങ്ങളെല്ലാം അറിയാതെ വീണു പോവുകയും മുമുക്ഷത തീവ്രമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയായി തീർന്ന ഒരാൾക്ക് വിഷമമില്ലാതെ സംസാര സമുദ്രത്തിൻ്റെ മറുകരയ്ക്കെത്താനും ബ്രഹ്മവിദ്യയെ അറിയാനും കഴിയുന്നു. പ്രസ്തുത ഭാവമാണ് ഇവിടെ ആഞ്ജനേയനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്.